നിയമരംഗം. പരിചരണവും സ്നേഹവും സാന്ത്വനവും ലഭിക്കേണ്ട വിഭാഗമാണ് വാർദ്ധക്യം അനുഭവിക്കുന്ന സമൂഹം. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനായി നമ്മുടെ രാജ്യത്ത് പ്രത്യേകം നിയമം തന്നെ നിലവിലുണ്ട്. മക്കളോ പരിചരിക്കാൻ ബാധ്യസ്ഥരായ ബന്ധുക്കളോ ഉത്തരവാദിത്തത്തിൽ നിന്നും വ്യതിചലിച്ചാൽ തക്കതായ ശിക്ഷയും ഈ നിയമം ഉറപ്പുവരുത്തുന്നു. നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയാം. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും ക്ഷേമത്തിനും സംരക്ഷണത്തിനുമുള്ള നിയമം. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് തിരുവനന്തപുരം മെയിന്റനൻസ് ട്രൈബ്യൂണൽ കൺസിലിയേഷൻ ഓഫീസറും അഭിഭാഷകനുമായ സുരേഷ് വണ്ടന്നൂർ. മാതാപിതാക്കളെയും മുതിർന്ന പൗരന്മാരെയും സംരക്ഷിക്കുന്ന ഒരു സുപ്രധാന നിയമത്തെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. ദി മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് പ്രൊട്ടക്ഷൻ ആക്ട് 2007 എന്ന ഈ നിയമം പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടാത്ത ഒന്നാണ്. വാർദ്ധക്യം എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമാണ്. ആരോഗ്യം ക്ഷയിക്കുന്നു, സാമ്പത്തിക പരാധീനതകൾ വരുന്നു, പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നു. ഈ ഒരു ഘട്ടത്തിൽ തങ്ങളെ പരിപാലിക്കാൻ തങ്ങളുടെ മക്കളോ ബന്ധുക്കളോ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ മാതാപിതാക്കളും ജീവിക്കുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ പലപ്പോഴും ഈ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കാറുണ്ട്. മക്കളുണ്ടായിട്ടും സംരക്ഷണമില്ലാത്തവർ, ഉപേക്ഷിക്കപ്പെട്ടവർ, വേണ്ടത്ര സ്നേഹവും ശ്രദ്ധയും ലഭിക്കാത്തവർ, അത്തരത്തിലുള്ള നിരവധി കേസുകൾക്ക് സാക്ഷ്യം വഹിച്ച ഒരാളാണ് ഞാൻ. ഈ ഒരു സാഹചര്യത്തിൽ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത് ഒരു ധാർമ്മിക ഉത്തരവാദിത്തം മാത്രമല്ല, അതൊരു നിയമപരമായ ബാധ്യത കൂടിയാണെന്ന് ഈ നിയമം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. മാതാപിതാക്കൾക്കും മുതിർന്ന പൗരന്മാർക്കും ജീവനാംശം ഉറപ്പുവരുത്തുക, അവർക്ക് സുരക്ഷിതമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുക. മക്കളോ മറ്റ് ബന്ധുക്കളോ ഉപേക്ഷിക്കുകയാണെങ്കിൽ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ അധികാരം നൽകുക. മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ള വൃദ്ധ സദനങ്ങൾ സ്ഥാപിക്കുകയും പരിപാലിക്കുകയും ചെയ്യുക. ഈ നിയമം ആർക്കൊക്കെയാണ് ബാധകമെന്ന് നമുക്ക് നോക്കാം. എല്ലാ മാതാപിതാക്കൾക്കും, അതായത് സ്വന്തം മാതാപിതാക്കളായാലും ദത്തെടുത്ത മാതാപിതാക്കളായാലും ഈ നിയമത്തിൻ്റെ പരിരക്ഷ ലഭിക്കും. മുതിർന്ന പൗരന്മാർക്ക്, അതായത് 60 വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ളവർക്ക് ഈ നിയമത്തിൻ്റെ സഹായം തേടാം. എന്നാൽ മക്കളില്ലാത്ത മുതിർന്ന പൗരന്മാർക്ക് അവരുടെ സ്വത്തുക്കളുടെ അവകാശികളായ അടുത്ത ബന്ധുക്കളോട് സംരക്ഷണം ആവശ്യപ്പെടാം. നിയമത്തിൻ്റെ ഈ നടത്തിപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ഈ നിയമം നടപ്പാക്കുന്നതിനായി ഓരോ സബ് ഡിവിഷനിലും, അതായത് താലൂക്കുകൾ, മെയിൻ്റനൻസ് ട്രിബ്യൂണലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ട്രിബ്യൂണലിൻ്റെ അധ്യക്ഷൻ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് അഥവാ RDO, റവന്യൂ ഡിവിഷണൽ ഓഫീസറാണ്. ട്രൈബ്യൂണലുകൾക്ക് കീഴിൽ കാര്യങ്ങൾ കൂടുതൽ ലളിതമാക്കാൻ കൺസീലിയേഷൻ ഓഫീസർമാരെയും നിയമിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ മെയിൻ്റനൻസ് ട്രിബ്യൂണൽ സ്വതന്ത്ര ചുമതലയുള്ള കൺസീലിയേഷൻ ഓഫീസർമാർ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു പരാതി എങ്ങനെയാണ് ട്രൈബ്യൂണൽ എത്തുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു പരാതിക്കാരൻ, അതായത് ഒരു മാതാവോ പിതാവോ അല്ലെങ്കിൽ ഏതെങ്കിലും മുതിർന്ന പൗരനോ അവർക്ക് സംരക്ഷണം നൽകാൻ ബാധ്യതപ്പെട്ട വ്യക്തിക്കെതിരെ പരാതി നൽകുന്നു. ഈ പരാതി നേരിട്ട് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന് സമർപ്പിക്കാം. രേഖാമൂലമുള്ള പരാതിയായിരിക്കും എപ്പോഴും അഭികാമ്യം. പരാതി ലഭിച്ചാൽ ഉടൻ തന്നെ നിയമത്തിലെ വകുപ്പ് 6 ഉപവകുപ്പ് 6 അനുസരിച്ച് മജിസ്ട്രേറ്റ് അത് കൺസീലിയേഷൻ ഓഫീസർമാർക്ക് കൈമാറും. കൺസീലിയേഷൻ ഓഫീസർമാർ പരാതിക്കാരനെയും എതിർകക്ഷിയെയും ഒരുമിച്ച് വിളിച്ച് സംസാരിക്കും. പ്രശ്നം സൗഹാർദ്ദപരമായി പരിഹരിക്കാൻ ശ്രമിക്കുക എന്നതാണ് കൺസീലിയേഷൻ ഓഫീസർമാരുടെ പ്രധാന ലക്ഷ്യം. പലപ്പോഴും ഒരു ചെറിയ തർക്കത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ആശയവിനിമയത്തിലെ പിഴവിൻ്റെയോ പേരിലാവും മാതാപിതാക്കൾ ഒറ്റപ്പെട്ടു പോകുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ മക്കളെയും മാതാപിതാക്കളെയും ഒരുമിച്ചിരുത്തി സംസാരിച്ച് ഒരു അനുരഞ്ജനത്തിലെത്താൻ ട്രിബ്യൂണൽ സഹായിക്കും. ഈ ചർച്ചയിൽ ഒരു ഒത്തുതീർപ്പായാൽ അത് ഒരു രേഖയാക്കി ട്രൈബ്യൂണലിന് സമർപ്പിക്കും. ട്രിബ്യൂണൽ അത് പരിശോധിച്ച് ഒരു ഔദ്യോഗിക ഉത്തരവായി അംഗീകരിക്കുകയും ചെയ്യും. ഒരുപക്ഷെ അനുരഞ്ജനം സാധ്യമല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അങ്ങനെയുള്ള സാഹചര്യങ്ങൾ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കേസ് കേൾക്കും. ഇരുഭാഗത്തെയും വാദങ്ങൾ കേട്ട ശേഷം നിയമത്തിലെ വ്യവസ്ഥകൾക്കനുസരിച്ച്
അദ്ദേഹം ഉത്തരവ് പുറപ്പെടുവിക്കും. ഈ നിയമപ്രകാരം ട്രിബ്യൂണലിന് മാസം 10,000 രൂപ വരെ ജീവനാംശം നൽകാൻ ഉത്തരവിടാൻ അധികാരമുണ്ട്. ഈ തുക മാതാപിതാക്കളെ നോക്കാൻ നിയമപരമായി ബാധ്യതയുള്ള മക്കളോ മറ്റ് ബന്ധുക്കളോ നൽകേണ്ടി വരും. 10,000 രൂപ എന്നത് ഒരു ചെറിയ തുകയല്ല. മാതാപിതാക്കളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇത് സഹായിക്കും. ഈ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അത് സ്വത്ത് സംബന്ധിച്ചാണ്. സെക്ഷൻ 23 പ്രകാരം ഒരു മകനോ ഒരു മകൾക്കോ മാതാപിതാക്കൾ എന്തെങ്കിലും സ്വത്ത്, അത് ഭൂമിയോ വീടോ മറ്റെന്തെങ്കിലും ആവട്ടെ, കൈമാറ്റം ചെയ്യുകയോ ദാനം ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്വത്ത് കൈപ്പറ്റിയ ശേഷം മാതാപിതാക്കളെ സംരക്ഷിക്കൽ നിന്ന് അവർ പിന്മാറുകയാണെങ്കിൽ ആ സ്വത്ത് കൈമാറ്റം റദ്ദാക്കാൻ ട്രിബ്യൂണലിന് അധികാരമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, സ്വന്തം പേരിലുള്ള സ്വത്തുക്കൾ മക്കൾക്ക് നൽകിയ ശേഷം വഴിയാധാരമായ എത്രയോ മാതാപിതാക്കൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ ഈ നിയമം അവർക്കൊരു വലിയ രക്ഷകനാണ്. അവർക്ക് ട്രിബ്യൂണലിനെ സമീപിച്ച് മക്കൾക്ക് നൽകിയ പ്രമാണം റദ്ദാക്കാനും സ്വത്ത് തിരികെ നേടാനും സാധിക്കും. ഈ ഒരു വ്യവസ്ഥ മാതാപിതാക്കൾക്ക് വലിയൊരു നിയമപരമായ സുരക്ഷയാണ് നൽകുന്നത്. നിയമലംഘനങ്ങൾക്കുള്ള ശിക്ഷകൾ എന്തെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ നിയമം ലംഘിക്കുന്നവർക്കെതിരെ കടുത്ത ശിക്ഷാ നടപടികളുണ്ട്. മാതാപിതാക്കളെ മനഃപൂർവ്വം ഉപേക്ഷിക്കുന്നവർക്ക് സെക്ഷൻ 24 അനുസരിച്ച് 3 മാസം വരെ തടവും 5,000 രൂപ പിഴയും ലഭിക്കാം. ട്രിബ്യൂണൽ ജീവനാംശം നൽകാൻ ഉത്തരവിട്ടിട്ടും അത് നൽകാൻ തയ്യാറാകാത്തവർക്ക് സെക്ഷൻ 5 ഉപവകുപ്പ് 8 പ്രകാരം 1 മാസം വരെ തടവ് ശിക്ഷ നൽകാൻ ഈ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. അതായത് മാതാപിതാക്കളെ നോക്കാത്തത് ഒരു കേവലമായ ധാർമ്മിക പ്രശ്നമല്ല, അതൊരു ക്രിമിനൽ കുറ്റം കൂടിയാണ് എന്ന് ഈ നിയമം അടിവരയിട്ട് പറയും. ഈ നിയമപരമായ ഉത്തരവുകൾ സാധാരണ സിവിൽ കോടതികളിൽ ചോദ്യം ചെയ്യാൻ കഴിയില്ല. ട്രിബ്യൂണലിൻ്റെ ഉത്തരവിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആദ്യ അപ്പീൽ അതോറിറ്റി അതത് ജില്ലാ കളക്ടർമാരാണ്. കളക്ടറുടെ ഉത്തരവിൽ സംതൃപ്തരല്ലെങ്കിൽ മാത്രം ഹൈക്കോടതിയെ സമീപിക്കാൻ സാധിക്കും. പ്രിയ ശ്രോതാക്കളെ, ഈ നിയമം ഒരു മകനെയും മകളെയും അവരുടെ മാതാപിതാക്കളിൽ നിന്നും അകറ്റാനോ അവരെ ശിക്ഷിക്കാനോ ഉള്ളതല്ല. മറിച്ച് കുടുംബ ബന്ധങ്ങളെ ശക്തിപ്പെടുത്താനും മുതിർന്ന പൗരന്മാർക്ക് അന്തസ്സോടെ ജീവിക്കാനുമുള്ള സാഹചര്യം ഒരുക്കാനും വേണ്ടിയാണ് ഈ നിയമം നിലകൊള്ളുന്നത്. വാർദ്ധക്യം എന്നത് ഒറ്റപ്പെടലിൻ്റെയോ അവഗണനയുടെയോ ഒരു കാലഘട്ടമായി മാറരുത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം മാതാപിതാക്കളുടെ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഫലമാണ്. അവർക്ക് താങ്ങും തണലുമായി ഒരു സമൂഹം എന്ന നിലയിൽ നിലകൊള്ളേണ്ടത് നമ്മുടെ എല്ലാം കടമയാണ്. ഈ നിയമം ആ കടമയെ ഓർമ്മിപ്പിക്കുന്നു. ഒപ്പം അവഗണിക്കപ്പെടുന്നവർക്ക് ഒരു കൈത്താങ്ങ് നൽകുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ നിയമത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ട സാമൂഹ്യനീതി വകുപ്പുമായിട്ടോ അടുത്തുള്ള മെയിൻ്റനൻസ് ട്രിബ്യൂണലുമായിട്ടോ ബന്ധപ്പെടാവുന്നതാണ്. അങ്ങനെയുള്ള കേസുകളിൽ അവർക്ക് ആവശ്യമായ സഹായം നൽകാൻ സർക്കാർ സംവിധാനങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത് സ്നേഹത്തിൻ്റെയും കടമയുടെയും ഒരു പാഠമായിരിക്കട്ടെ. ഒരു സമൂഹം എന്ന നിലയിൽ നമ്മുടെ മുതിർന്ന പൗരന്മാരെ സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഈ നിയമത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിക്കുമ്പോൾ കൂടുതൽ ആളുകൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കും. ഈ പ്രഭാഷണം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും ക്ഷേമത്തിനും സംരക്ഷണത്തിനുമുള്ള നിയമം. ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം മെയിൻ്റനൻസ് ട്രൈബ്യൂണൽ കൺസിലിയേഷൻ ഓഫീസറും അഭിഭാഷകനുമായ സുരേഷ് വണ്ടന്നൂർ. നിയമരംഗം സമാപിക്കുന്നു.